നന്ദു കോഫിയും കൊണ്ട് ഹാളിലെത്തിയതും അവിടെ കറുത്ത പാന്റും വെളുത്ത ഷർട്ടും ധരിച്ച് വക്കീലിന്റെ കോട്ടുമൊക്കെ അണിഞ്ഞ് കോടതിയിൽ പോകാനായി റെഡിയായി നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവളുടെ നെറ്റി ചുളഞ്ഞു. ഇന്നലെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിന്റെ പിറ്റേന്ന് തന്നെ ഇയാൾ ജോലിക്ക് പോകാൻ തുടങ്ങിയോ? ഓ, വർക്കഹോളിക്കാണെന്ന് തോന്നുന്നു. ആ, എന്തായാലും എന്താ, സ്വഭാവം കച്ചറ തന്നെയാണല്ലോ. അവൾ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ അരികിലേക്ക് ചെന്ന്. ദത്തേട്ടാ. സോഫയിലിരുന്ന് കേസിന്റെ എന്തോ ഫയലും നോക്കിക്കൊണ്ടിരുന്ന അഗ്നി മച്ചുവിന്റെ ശബ്ദം കേട്ടതും മുഖമുയർത്തി നോക്കി. എന്താ? അവളെ അവിടെ കണ്ടതും അവൻ എന്താണെന്ന രീതിയിൽ നെറ്റി ചൊളിച്ചുകൊണ്ട് ഗൗരവത്തോട് ചോദിച്ചു. അവൾ മറ്റെങ്ങോട്ടേക്കോ നോക്കി നിന്നുകൊണ്ട് അവന്റെ നേരെ കോഫി കപ്പ് നീട്ടി. അതിന് നിന്നോട് ഞാൻ കോഫി ചോദിച്ചു? അവൻ അവളുടെ കയ്യിലിരുന്ന കോഫിയിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മയോട് ചോദിച്ചില്ലേ? അവന്റെ ചോദ്യം കേട്ട് അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. അമ്മയോട് ചോദിച്ചാൽ അമ്മ കൊണ്ട് തന്നോളും, നീ കൊണ്ട് തരേണ്ട, മനസ്സിലായോ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ട് അവളുടെ മുഖത്തും ദേഷ്യം ഇരച്ചു കയറി. അയ്യോ, തമ്പുരാൻ ഇത് കൊണ്ട് തരാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല ഞാൻ ഇത് കൊണ്ടുവന്നത്. പൊന്നുമോ ഇവിടെ കിടന്ന് അമ്മേ കോപ്പി കോപ്പി എന്ന് വിളിക്കുന്നത് കേട്ട് അമ്മ എന്റെ കയ്യിലെടുത്ത് തന്നതാ. അവിടെ വെച്ച് തനിക്ക് കൊണ്ടുതരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അമ്മ കാരണം ചോദിക്കും. പിന്നെ ഞാൻ എല്ലാം വിശദീകരിച്ച് പറയേണ്ടി വരും. അതുകൊണ്ടാ ഇഷ്ടമില്ലെങ്കിലും ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നത്. അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവൻ അവളെ നോക്കി പല്ല് കടിച്ചു. കൊണ്ടുപോടി, എനിക്കൊന്നും വേണ്ട നിന്റെ കോഫി, എനിക്ക് എൻ്റെ അമ്മ വേറെ കോഫി എടുത്തു തന്നോളും. അവനും അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, അങ്ങോട്ട് ചെന്നേച്ചാലും മതി, ഇപ്പം അങ്ങ് എടുത്തു തരും. എടോ മനുഷ്യൻ, തന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത് അമ്മയായി കോഫി എടുത്ത് എൻ്റെ കയ്യിൽ തന്നതെന്ന്. ഇനി താൻ ഇത് കുടിക്കാതെ വേറെ കോഫിയും ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അമ്മ ചോദിക്കും, ഞാൻ നിന്റെ ഭാര്യയുടെ കയ്യിൽ തന്നു വിട്ട കോഫി നീ കുടിച്ചില്ലേ എന്ന്. അപ്പോൾ താൻ എന്ത് മറുപടി പറയും? അവൾ അവനെ നോക്കി പരിഹാസത്തോടെ ചോദിക്കുന്നത് കേട്ട് അവൻ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഡി പുലി, ഞാൻ നിന്നോട് ഇന്നലെ തന്നെ പറഞ്ഞതാ നീ എൻ്റെ ഭാര്യയാണെന്ന് പറയരുതെന്ന്. അവൾ അവനോട് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞത് ചെക്കൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ മറുപടിയും പറഞ്ഞതല്ലേ അങ്ങനെ തന്നെ പറയൂന്ന്. അവളും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോടി. അവൻ പല്ല് കടിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. നിങ്ങൾ മര്യാദയ്ക്ക് കോഫി കുടിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇത് കൊണ്ടുപോയി കിച്ചണിലേക്ക് ചെന്നോളാം. എന്നിട്ട് അമ്മയോട് ഇന്നലെ രാത്രി പൊന്നുമോ എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. പിന്നെ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എന്നാലേ അതിന് നീ ആയിട്ടില്ല മോളെ. അവർ എന്നെ കാണാത്തതൊന്നും അല്ലല്ലോ, അവർക്കറിയാം എന്നെ. അതുകൊണ്ട് കൂടുതൽ നിന്ന് ഷോ കാണിക്കാതെ മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നോക്കടി. അവൾ അമ്മയോട് പറയുമത്രേ, നീ ചെന്ന് പറഞ്ഞു കൊടു, എനിക്ക് പുല്ല. അവൻ പുച്ഛിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ആ, ഞാൻ പറയാൻ തന്നെയാ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, കിച്ചനെ അമ്മ മാത്രമല്ല എൻ്റെ നന്ദുവും ഉണ്ട്. പറയുമ്പോൾ രണ്ടുപേരോടും കൂടി ഞാൻ ഒരുമിച്ചെന്ന് പറഞ്ഞോളാം. അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നതും അവനൊന്ന് ഞെട്ടി. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റ് അവളുടെ കയ്യിൽ നിന്നും കോഫി പിടിച്ചു വാങ്ങി വായിലേക്ക് കമിഴ്ത്തി. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തി കണ്ടതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. പതിയെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, എന്റെ കാശി ഓർത്ത് മാത്രമാണ്. അവളെ നോക്കി അത്രയും പറഞ്ഞ് ഒഴിഞ്ഞ കപ്പും അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു കണ്ട് അവൻ സോഫയുടെ സൈഡിൽ വെച്ചിരുന്ന ലാപ്പും ഫയലുകളും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നതും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ നച്ചു അത് നോക്കി നിന്നു. അഗ്നി എവിടെ മോളെ? അഗ്നി കാറിൽ കയറി പോകുന്നത് നോക്കി വാതിൽപ്പടിയിൽ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ജാനകിയുടെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞത്. അതമ്മേ, ദത്തേട്ടൻ പോയല്ലോ. പോകേ? എങ്ങോട്ട്? അവൾ പറഞ്ഞത് കേട്ട് അവർ ഞെട്ടലോടെ ചോദിച്ചു. അത് ഓഫീസിലേക്കാണെന്ന് തോന്നുന്നു, കോടതിയിൽ പോകുന്ന വേഷത്തിലാ പോയത്. ശേ, ഇവനിത് എന്ത് പണിയാ കാണിച്ചത്? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ ഓഫീസിൽ പോകേണ്ട പോക്കേ. മോൾക്ക് അവനെ ഒന്ന് തടഞ്ഞുകൂടായിരുന്നു? അതമ്മേ, ഞാനെങ്ങനെയാ? അവൾക്കതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അതിനവർ അവളുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് ഫോണെടുത്ത് അഗ്നിയെ വിളിച്ചു. നീ ഇതെവിടെയാ അഗ്നി? മറുവശത്ത് അഗ്നി ഫോണെടുത്തതും അവർ ദേഷ്യത്തോടെ ചോദിച്ചു. ഇന്നലെ നിന്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അഗ്നി, അപ്പോഴേക്കും നീ ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയോ? മറുവശത്ത് നിന്നും അവന്റെ മറുപടി വന്നതും അവർ വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചു. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അച്ഛനെ പോലെ തന്നെ ജോലി ജോലി എന്നും പറഞ്ഞ് നടക്കുന്നവനല്ലേ നീ. അപ്പോൾ നീ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ ഓർക്കണമായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. അവൻ ഏറ്റെടുത്ത 2-3 കേസുകൾ ഇന്ന് കോടതി ഹിയറിംഗ് ഉണ്ടത്രേ, അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് ജാനകി പറഞ്ഞത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചുവെങ്കിലും തന്നോടുള്ള ദേഷ്യത്തിനായിരിക്കും അവൻ കോടതിയിലേക്ക് പോയതെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. ശേ, കാശി കൂടെ എഴുന്നേറ്റിട്ട് നിങ്ങൾ 4 പേരോടും കൂടി ഒന്ന് അമ്പലത്തിൽ പോകാൻ പറയാൻ നിന്നതാ ഞാൻ. ഇനിയിപ്പോൾ നിങ്ങൾ 3 പേരും കൂടി പോയിട്ട് വാ. അവർ അവളെ നോക്കി നിരാശയോടെ പറഞ്ഞു. ഏയ്, അത് വേണ്ടമ്മേ, ഞാൻ ദത്തേട്ടൻ വന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഈവനിങ് കിട്ടോളാം. ഇപ്പോൾ തൽക്കാലം കാശിയേട്ടനും നന്ദുവും കൂടി പോയിട്ട് വരട്ടെ. അവൾ അങ്ങനെ പറഞ്ഞതും അതാണ് ശരിയെന്ന് അവർക്ക് തോന്നി.
അവർ തലയാട്ടി സമ്മതം അറിയിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. പിന്നാലെ തന്നെ നച്ചുവും നടന്നു. അപ്പോഴേക്കും നന്ദു ഒരു കപ്പ് കോഫിയുമായിട്ട് പുറത്തേക്ക് വന്നു. ആ, നീ അഗ്നിയേട്ടന് കോഫി കൊടുത്തോ നച്ചു? ആ, കോഫി കൊടുക്കുകയും ചെയ്തു. അത് കുടിച്ചിട്ട് പുള്ളിക്കാരൻ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. അവൾ പറഞ്ഞത് കേട്ട് നന്ദു സംശയത്തോടെ നെറ്റി ചൊളിച്ചു. ഓഫീസിൽ പോകേ? ഇന്നലെ അങ്ങോട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ അഗ്നിയേട്ടൻ ലീവിലല്ലേ? ദത്തേട്ടൻ അപ്പിയർ ചെയ്യേണ്ട 2 കേസുകൾ ഇന്നുണ്ട്. പോകാതിരിക്കാൻ പറ്റില്ല. അവൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും അവളുടെ മുഖത്തെടുത്ത് കാണിക്കുന്ന വിഷമം നന്ദുവിന് മനസ്സിലായി. സാരമില്ല. അവളുടെ തോളിലൊന്ന് തട്ടി അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ട് നന്ദു കോഫിയുമായി കാശിയുടെ മുറിയിലേക്ക് നടന്നു. അവൾ പോകുന്നതും നോക്കി നിന്ന നച്ചു ഒരു നെടുവീർപ്പോടെ കിച്ചണിലേക്ക് നടന്നു. അതേസമയം വർക്കൗട്ട് കഴിഞ്ഞ് മുറിയിൽ വന്ന് ഫ്രഷായി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു കാശി. ഒരു ട്രാക്ക് പാൻ്റായിരുന്നു അവന്റെ വേഷം. തോളിലൂടെ ഒരു ടവൽ ചുറ്റിയിരുന്നു. അതിന്റെ ഒരറ്റം കൊണ്ട് മുടി തുവർത്തുന്നുണ്ട്. ആ സമയമാണ് കയ്യിൽ കോഫി കപ്പും പിടിച്ചുകൊണ്ട് നന്ദു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത്. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കാശിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. കുളി കഴിഞ്ഞ് വൈറ്റ് ടോപ്പും ബ്ലാക്ക് പലാസോയും ധരിച്ച് കയ്യിൽ ഒരു കോഫി കപ്പും പിടിച്ച് എന്തോ ആലോചിച്ചുകൊണ്ട് തന്റെ അരികിലേക്ക് നടന്നു വരുന്ന തന്റെ ഭാര്യ. സ്വപ്നങ്ങളിൽ പലതവണ കണ്ടിരുന്ന ദൃശ്യം തന്റെ മുന്നിൽ വെളിവായതും അവന് വല്ലാത്ത സന്തോഷം തോന്നി. അവനൊരു പുഞ്ചിരിയോടെ ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ട ശേഷം അവളുടെ അരികിലേക്ക് നടന്നു. എന്തോ ചിന്തിച്ചുകൊണ്ട് നിന്ന നന്ദു അവൻ തന്റെ അരികിൽ നടന്നു വന്നതൊന്നും അറിഞ്ഞിരുന്നില്ല. തൊട്ടു മുന്നിൽ വന്നു നിന്ന് അവൻ വിരഞ്ഞൊടിച്ചപ്പോഴാണ് അവൾ ഞെട്ടലോടെ മുഖമുയർത്തി അവനെ നോക്കുന്നത്. എന്താ ഒരു ആലോചന? അവൻ ചോദിച്ചത് കേട്ടതും അവൾ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് കയ്യിലിരുന്ന കോഫി കപ്പ് അവന് നേരെ നീട്ടി. അവനൊരു നിമിഷം അവളുടെ മുഖത്തേക്കും ആ കോഫി കപ്പിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. കോഫി അവൻ വാങ്ങുന്നില്ല എന്ന് കണ്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. അതുകൂടെ ആയതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി ടേബിളിന് പുറത്തേക്ക് വെച്ചു. ശേഷം അവളെ ചേർത്ത് പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി. എന്താ എന്റെ കൊച്ചിനെ പറ്റിയത്? രാവിലെ മുതൽ ആകെ ഗ്ലോമിയാണല്ലോ. അച്ഛനെയും അമ്മയും കാണാൻ തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചതും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ശേഷം പതിയെ പറയാൻ തുടങ്ങി. അച്ഛനെയും അമ്മയും ഒക്കെ കാണാൻ തോന്നുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്റെ നച്ചുവിനെ ഓർത്താണ് എനിക്കിപ്പോൾ ടെൻഷൻ. നച്ചുവിനെ ഓർത്ത് നിനക്കിപ്പോ എന്തിനാ ടെൻഷൻ? അവൾ പറഞ്ഞത് കേട്ട് അവൻ സംശയത്തോടെ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അത് അഗ്നിയേട്ടൻ ഇഷ്ടത്തോടെയല്ലേ നച്ചുവിനെ വിവാഹം ചെയ്തത്? ഒരു നിമിഷം അവളുടെ ചോദ്യം കേട്ട് അവന്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. എന്താ നീ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്? അതിന് മാത്രം എന്തു സംഭവിച്ചു? പെട്ടെന്നൊന്നും അഗ്നിക്ക് നച്ചുവിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവന് വല്ലാത്ത ടെൻഷൻ തോന്നിയിരുന്നു. അവനത് ചോദിച്ചതും അവൾ അഗ്നി രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയ കാര്യം അവനോട് പറഞ്ഞു. എന്നാലും വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഓഫീസിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്റെ നച്ചുവിന് ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ? ഒന്നുമില്ലെങ്കിലും രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്നെങ്കിലും അവൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അവൾ നീരസത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. നോക്കുന്നുണ്ടോ, ദത്തൻ എന്നെ പോലെ വെറുമൊരു ബിസിനസ്മാൻ അല്ല. ഹീസ് ആൻ അഡ്വക്കേറ്റ്. ഓരോ ജോബിനും അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നതോ. ഇപ്പോൾ അവനൊരു ഡോക്ടർ ആയിരുന്നുവെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി കേസ് വന്നാൽ അവന് പോകേണ്ടി വരില്ലായിരുന്നോ? അതുപോലെ തന്നെയാണ് ഒരു അഡ്വക്കേറ്റും. അവന്റെ വിവാഹം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഏറ്റെടുത്ത കേസിൽ നിന്ന് അവന് പിന്മാറാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്താൽ അവൻ അവന്റെ ജോലിയോട് എന്ത് ആത്മാർത്ഥതയെ കാണിക്കുന്നത്? അവനെ വിശ്വസിച്ചുകൊണ്ടായിരിക്കില്ലേ ഓരോ ക്ലയന്റും അവനെ കേസ് ഏൽപ്പിക്കുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ പറയുന്നതൊക്കെയും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും അവളുടെ മനസ്സ് നിറയെ രാവിലെ വിഷമത്തോടെ നിന്ന നച്ചുവിന്റെ മുഖമായിരുന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്കായാലും അവനായാലും ഞങ്ങളുടെ ജോലിയിൽ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാകും. അതിനിടെ ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പലതും നമുക്ക് മിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലായ എന്റെ നന്ദുട്ടിക്ക്? അവൻ പറഞ്ഞതും അവൾ മനസ്സിലായ എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അമ്മ പറഞ്ഞു നമ്മളോട് അമ്പലത്തിൽ പോയിട്ട് വരാൻ. ഇനിയിപ്പോൾ അഗ്നിയേട്ടയില്ലാതെ എങ്ങനെയാ? അവൾ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഓ, അതാണോ? അത് സാരമില്ല. അവർ രണ്ടുപേരും കൂടി ഈവനിങ് പോകട്ടെ. നമുക്ക് രാവിലെയും പോകാം. എന്താ? അവൻ അങ്ങനെ പറഞ്ഞതും അവളുടെ മുഖം വാടി. അത് കണ്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. ഓ, ഇനി അതിനായിട്ട് ഈ കുഞ്ഞു മുഖം മാറ്റണ്ട. നമുക്ക് 4 പേർക്കും കൂടി ഈവനിങ് തന്നെ പോകാം. എന്താ? അവൻ പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് അവനെ മുറുകി പുണർന്നു. അവനും ഒരു പുഞ്ചിരിയോടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴും അവന്റെ മനസ്സാകെ അഗ്നിയോർത്ത് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ അഗ്നിയുടെ മനസ്സ് നിറയെ നച്ചുവിന്റെ ചിന്തകളായിരുന്നു. ആദ്യ രാത്രി അവൾ തന്നോട് പ്രതികരിച്ച രീതി ആലോചിച്ചതും അവന്റെ മുഖം കടുത്തു. പെണ്ണ് ഞാൻ വിചാരിച്ചതുപോലെയല്ല. എന്തൊരു അടിയാ ആ നാശം പിടിച്ചവൾ അടിച്ചത്. നച്ചു അടിച്ച ഇടത്തെ കവളിൽ പതിയെ തഴുകിക്കൊണ്ട് അവൻ പിറുപിറുത്തു. അന്ന് അമ്പലത്തിൽ വെച്ച് തന്റെ തല്ലുകൊണ്ടപ്പോഴും പിന്നീട് പെണ്ണ് കാണാൻ അവളുടെ വീട്ടിൽ ചെന്നപ്പോഴുമൊക്കെ എന്തൊരു പാവമായിരുന്നു.
വായിൽ വിരലിറ്റാൽ പോലും കടിക്കാത്ത കൊച്ച്. ആ പാവം കൊച്ചിന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴല്ലേ വെളിവാകുന്നത്. അവൻ പല്ല് കടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ആ, എന്തായാലും ഞാൻ കരുതിയതുപോലെ ഒരു സാധാരണ പെൺകുട്ടിയല്ല നക്ഷത്ര. അതുകൊണ്ട് സ്ഥിരം സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്നത് പോലെയുള്ള ക്ലീശ അടവുകളുമായി അവളുടെ അടുത്തേക്ക് ചെന്ന് അവൾ തന്നെ വലിച്ചു കയറി ഒട്ടിക്കും. അതുമാത്രമല്ല, നന്ദനയോട് അവൾ എന്തെങ്കിലും പറഞ്ഞ് താൻ ഇതുവരെ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെയാകും. തൻ്റെ കാശിയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് താൻ ഇത്രയും വലിയൊരു റിസ്ക് എടുത്തത് തന്നെ. എന്നിട്ട് അത് പകുതിയിൽ വെച്ച് നിർത്താൻ പാടില്ല, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് നന്ദന ഒന്ന് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് രക്ഷപ്പെട്ടു. കാശിയുടെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളർന്നാൽ അവൾക്ക് പിന്നെ ഒരിക്കലും കാശി ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ലല്ലോ. അതുവരെ അവളെ എങ്ങനെ സഹിക്കും? ഇന്നലെ വരെ അവളെ അവഗണിച്ചു ഉപദ്രവിച്ചൊക്കെ അവളെ അകറ്റി നിർത്താമെന്ന് കരുതിയതാണ്. പക്ഷെ ഇപ്പോഴത്തെ അവളുടെ സ്വഭാവം വെച്ച് താൻ അവളെ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഇരട്ടി അവൾ തനിക്ക് തിരികെ തരും. ഇലയ്ക്കും മുള്ളനും കേടില്ലാത്ത വിധം പിന്നെ എങ്ങനെ അവളെ ഒന്ന് ഒഴിവാക്കും? അവന്റെ മനസ്സ് നച്ചുവിനെ ഒഴിവാക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരുന്നു. പിന്നീട് കോടതിയിലെത്തുന്നതുവരെ അവന്റെ ചിന്ത അതുതന്നെയായിരുന്നു. കോടതിയിലെത്തിക്കഴിഞ്ഞതും പിന്നെ അവൻ കേസിന്റെ കാര്യങ്ങളുമായി ബിസിയായിരുന്നു. ജയിലിലെ വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കുമ്പോൾ സേതുവിന്റെയും സീതയുടെയും കണ്ണുകളിൽ വല്ലാത്ത ഭയം അലയടിക്കുന്നുണ്ടായിരുന്നു. സേതുവേട്ട, എനിക്ക് പേടിയാകുന്നു. അദ്ദേഹം എന്തെങ്കിലും അറിഞ്ഞിട്ടായിരിക്കുമോ നമ്മളെ കാണാൻ വിളിപ്പിച്ചത്? സീതയുടെ ചോദ്യത്തിന് മറുപടിയൊന്നുമില്ലാതെ അയാൾ അവരെ ഒന്ന് നോക്കിയതേയുള്ളൂ. അവരുടെ ദയനീയമായ നോട്ടം കണ്ട് അയാൾ അവരെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ഒരു പോലീസുകാരന്റെ അകമ്പടിയോടെ ഒരാൾ അവരുടെ അരികിലേക്ക് വന്നിരുന്നു. ചില്ലുകമ്പിയുടെ മറവിൽ നിന്നുകൊണ്ട് അയാളുടെ തീക്ഷ്ണതയേറിയ മിഴികളിലേക്ക് നോക്കിയ സേതുവും സീതയും തളർച്ചയോടെ പരസ്പരം ഒന്ന് നോക്കി. ശേഷം പതിയെ അയാളോടായി ചോദിച്ചു, ഗിരി എന്താ കാണുമെന്ന് പറഞ്ഞത്? സേതുവിന്റെ പതർച്ചയോടെയുള്ള ചോദ്യം കേട്ട് അയാളൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. ഞാൻ എന്തിനായിരിക്കും വിളിച്ചതെന്ന് സേതുമാധവന് വ്യക്തമായി തന്നെ അറിയുമായിരിക്കുമല്ലോ. അയാൾ പരിഹാസത്തോട് ചോദിക്കുന്നത് കേട്ട് സേതുവും സീതയും പരസ്പരം ഒന്ന് നോക്കി. ഗിരി അത് സേതു എന്തോ പറയാൻ തുടങ്ങിയതും അയാൾ വലം കൈ ഉയർത്തി സേതുവിനെ തടഞ്ഞു. മക്കളുടെ വിവാഹമൊക്കെ ആർഭാടമായി തന്നെ നടത്തി അല്ലേ? അയാൾ അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചത് അവർ മൗനമായി നിന്നു. ഞാനൊരു കത്തയച്ചപ്പോൾ ഇത്രത്തോളം പുരോഗമനം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങ് നേരിട്ട് വന്നാൽ എന്തായിരിക്കും സേതു നീ ചെയ്യാൻ പോകുന്നത്? അയാൾ വീണ്ടും പരിഹാസത്തോട് ചോദിക്കുമ്പോൾ അവർ അപ്പോഴും മൗനമായി തന്നെ നിന്നു. അല്ലെങ്കിൽ അവർക്കതിനെന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും എല്ലാം കഴിഞ്ഞില്ലേ, നടക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് നേരിട്ട് കാണാം. അന്നു കൂടെ മക്കളും ഉണ്ടാവണം. അയാൾ മുഖമുയർത്തി ഗൗരവത്തോടെ പറഞ്ഞത് സേതുവും സീതയും അയാളെ ദയനീയമായി ഒന്ന് നോക്കി. കൂടുതലൊന്നും പറയാനില്ലാത്തതുപോലെ അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ ഇനി എന്ത് എന്ന ചിന്ത മാത്രമായിരുന്നു അവർ ഇരുവരുടെയും മനസ്സിൽ. അപ്പോഴും തന്റെ മക്കൾക്ക് സംരക്ഷണമായി കരുത്തുറ്റ 2 കരങ്ങളുണ്ടെന്ന പ്രത്യാശയിൽ അവർ ആശ്വാസത്തോടെ പുറത്തേക്ക് നടന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും കാശിയും നന്ദുവും കൂടി പുറത്തേക്കൊക്കെ ഒന്ന് നടക്കാനിറങ്ങി. അവർ നച്ചുവിനെ കൂടെ വിളിച്ചുവെങ്കിലും അവൾ പോകാൻ തയ്യാറായില്ല. അഗ്നി വന്നിട്ട് അവന്റെ കൂടെ പോകാമെന്ന് അവൾ പറഞ്ഞതും പിന്നെ അവർ അവളെ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല. അവർ ഇറങ്ങിയതും ജാനകി അവളോട് മുറിയിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. കിച്ചണിൽ ജോലിക്കാരി ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെ അവിടെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ നേരെ തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറന്നകത്തേക്ക് കയറിയതും അതുവരെ അവൾ മുഖത്തണിഞ്ഞിരുന്ന സന്തോഷം പാടെ ഒഴിഞ്ഞു. അവൾ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് കട്ടിലേക്ക് വന്നിരുന്നു. വല്ലാത്തൊരു സങ്കടം അവളെ വന്ന് പൊതിയുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവൾ പില്ലോയിലേക്ക് മുഖമമർത്തി കിടന്നു. തലേന്ന് രാത്രിയിൽ അഗ്നി അവളോട് പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ മനസ്സിലേക്ക് തികട്ടി വന്നതും അവൾക്ക് കഠിനമായ ഹൃദയവേദന തോന്നി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആ ബെഡിൽ ചുരുണ്ടുകൂടി കിടന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. ഏറെ നേരം കരഞ്ഞു മനസ്സിന്റെ സങ്കടങ്ങൾക്കൊരൽപ്പം ആശ്വാസം കിട്ടിയതും അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ ഒരു കാഴ്ച പതിഞ്ഞത്. ഇടതുവശത്തെ കബോർഡിനോട് ചേർന്നുള്ള വാതിൽ. അത് അഗ്നിയുടെ പ്രൈവറ്റ് റൂമിന്റെ വാതിലാണെന്ന് കഴിഞ്ഞ രാത്രി തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. അതിനകത്ത് എന്തായിരിക്കും? എന്തായാലും ഒന്ന് തുറന്നു നോക്കാം. ചിലപ്പോൾ അയാളുടെ കാമിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞാലോ? അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നടന്നു. വാതിലെ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് അവളൊന്ന് തിരിച്ചു നോക്കിയെങ്കിലും ലോക്കായിരുന്നത് കൊണ്ട് തന്നെ അത് തുറന്നിരുന്നില്ല. പൂട്ടിക്കെട്ടി വെച്ചിരിക്കാൻ ഇതിനകത്ത് വല്ല നിധിയും കുഴിച്ചിട്ടുണ്ടോ ആവോ? അവൾ പെറുപെറുത്തുകൊണ്ട് കബോർഡിലും മേശയ്ക്കൊക്കെ ഒക്കെ ഒന്ന് തുറന്നു നോക്കി. വക്കിലപ്പം പൂട്ടി ചാവിയും കൊണ്ടായിരിക്കും പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ ഇതിനകം ഒന്ന് തുറന്നു കാണുക? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് തന്നെ വന്നിരുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മുറിയുടെ ഭിത്തിയിലായി തൂക്കിയിട്ടിരിക്കുന്ന അഗ്നിയുടെ വലിയൊരു ഫോട്ടോയിലേക്ക് നീണ്ടു. അവൾ പതിയെ എഴുന്നേറ്റ് ആ ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. അഗ്നിദത്ത് യാദവ്, പേര് കേട്ട ക്രിമിനൽ ലോയർ, അവൾ പതിയെ പറഞ്ഞുകൊണ്ട് അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി പുച്ഛിച്ചു. നിങ്ങൾ ആരെന്നാ നിങ്ങളുടെ വിചാരം?
6 മാസം കഴിയുമ്പോൾ എനിക്കൊരു ഡിവോഴ്സും തന്ന് എന്നെ അങ്ങ് പറഞ്ഞു വിടാമെന്ന് നിങ്ങൾ കരുതിയോ? അങ്ങനെ വല്ല ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് എട്ടായി മടക്കി പോക്കറ്റ് വെച്ചോ. ഈ ജന്മ അഗ്നിദത്ത് യാദവിന്റെ ഭാര്യ ഈ നക്ഷത്ര സേതുമാധവനായിരിക്കും. അവൾ അവന്റെ ഫോട്ടോയ്ക്ക് മേലെ കൈവച്ചുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞു. താൻ നോക്കിക്കൂടോ, തന്റെ ഈ അഹങ്കാരം എല്ലാം കളഞ്ഞ് തന്നെ ഓടിച്ചു മടക്കി കുപ്പിയിലാക്കിയില്ലെങ്കിൽ എന്റെ പേര് നക്ഷത്ര എന്നല്ല. അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി ഒരു വെല്ലുവിളിയോടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും വാതിൽപ്പടി ഇരു കൈകളും ഊന്നി തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ട് അവളുടെ തലയിലെ സകലമാന കിളികളും പറന്നുപോയി.